ഹലോ. ഹലോ. എന്താടോ? എന്ത്? അല്ല, എന്നെ അടിക്കാൻ വരുന്നതാണ് കൈ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞു തീർക്കണം കേട്ടോ മോളെ. വെറുതെ ഇങ്ങനെയൊന്ന് സംസാരിച്ച് പേടിപ്പെടുത്തല്ലേ എന്നെ. അപ്പൊ പേടിയുണ്ടല്ലേ? അങ്ങനെയൊന്നുമില്ല, പിന്നെ പറഞ്ഞപ്പോൾ ആ ഒരു ഫ്ലോയിൽ അങ്ങനെയാ പറഞ്ഞു പോയെന്നേ. പേടിക്കാൻ പറ്റിയൊരു സാധനം അന്നെ ഇരുട്ടത്ത് കണ്ടാൽ ആരെങ്കിലും ഇന്നുവരെ പേടിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. അതെന്താ? അതെന്താ? ചിരിക്കാത്തോണ്ടാ? നീ പോടാ. പിന്നെ എന്തെന്നാ പറയണ്ടേ? ഞാൻ നല്ല സുന്ദരിയായോണ്ടാ. അല്ലോ, എന്താ ഒരു അള്ളോക്കൊരു നീട്ടം? എനക്ക് എൻ്റെ പടച്ചവനെ വിളിക്കാനും പാടില്ല പെണ്ണെ. വിളിച്ചോ, ഇഷ്ടം പോലെ വിളിച്ചോ മതി. എന്നിട്ടെന്താ? അല്ല ഓയ്, ദിവസം വിളിക്കുമ്പോ എന്നെ കളിയാക്കുന്നുണ്ടല്ലോ. ഇതെന്തിനാ വെറുതെ ഇങ്ങനെ കളിയാക്കണം? വെറുതെ ഇങ്ങനെ കളിയാക്കണോ? പിന്നല്ലാണ്ട് വെറുതെ കളിയാക്കണമെന്നല്ല, ഇതൊക്കെ ഒരു നേരം പോക്കല്ലേ. ഞാനും നേരമ്പോക്ക് തുടങ്ങിയാലെന്താ? എനിക്ക് ഒരു പ്രശ്നമില്ല. അതെല്ലാം എൻ്റെ പെടലിക്ക് തന്നെ വന്ന് വീഴുള്ളൂ. മിണ്ടത്തില്ല. ഇതന്നല്ലേ ഞാനും പറഞ്ഞു. എന്തായാലും ഫോൺ എടുത്തപ്പോ ഭയങ്കര ദേഷ്യം പോലെയൊക്കെയാ. ദേഷ്യമൊന്നുമില്ല. എനിക്ക് തോന്നി ഇനിയിപ്പോ എന്തെങ്കിലും സംഭവിച്ചാണ്. പ്രത്യേകിച്ച് സംഭവിക്കാനൊന്നും ഇല്ലല്ലോ. സംഭവിക്കാൻ വേണ്ടി നമ്മളൊന്നും ഉണ്ടാക്കാറില്ലല്ലോ. ആന്നേ, അതൊരു കുത്തലുണ്ട്. അന്നെ ഞാൻ കുത്തി നോവിക്കാനോ നുള്ളി നോക്കാനോ ഒന്നും ഇന്നുവരെ വന്നിട്ടില്ലല്ലോ. പിന്നെന്താ? ഞാൻ വിചാരിക്കും കൂടുതൽ തല്ലി ഞാനാ ഉണ്ടാക്കണേ. പിന്നെ ആരാ ഉണ്ടാക്കണേ? ഞാനൊന്നുമല്ല ഉണ്ടാക്കണേ. പിന്നെ ആരാ? അതെങ്ങനെ നിർത്തിപ്പോയിക്കോ. എനിക്ക് വയ്യ ഇങ്ങോട്ട് സംസാരിക്കാൻ. എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും എന്റെ തലേക്ക് എടുത്തോളൂ. അതിനിപ്പോ ഞാൻ എന്നെ എന്തെങ്കിലും ഉണ്ട് എൻ്റെ പൊന്നു മോളെ? ഒന്നും പറഞ്ഞില്ലല്ലോ. നിങ്ങൾ പറയണ്ട, നിങ്ങളെ മനസ്സിൽ എനിക്ക് നന്നായിട്ട് അറിയാം. തുടങ്ങിയിരിക്കുന്ന മനസ്സ് വായന വീട്ടിൽ തുടങ്ങിയ തുടങ്ങി. മടക്കി വെച്ച ബുക്കൊക്കെ തുറന്നയ്യേ. ദേഷ്യം പിടിക്കണ്ടതാക്കോ. എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ ആരും തൊള്ളട്ടെ, അപ്പൊ എന്റെ മേൽക്കൂടി. എൻ്റെ പൊന്നു മോളെ, ഞാനിനി ഒന്നിനും വരുന്നില്ല. ഓരെ അതാ നിങ്ങൾക്ക് നല്ലത്. ക്ഷമിച്ചാ. ഇപ്പത്തേക്ക് ഞാൻ ക്ഷമിച്ചിരിക്കുന്നു. അടുത്ത പ്രാവശ്യം ഒന്നും കൂടി ക്ഷമിക്കേണ്ടി വരും. പിണങ്ങില്ലേ? അതേ, ഞാൻ വെറുതെ പറയണല്ലേ. എന്നെ സൂപ്പാക്കാൻ പറഞ്ഞു. അതെനിക്ക് ഇടയ്ക്ക് കേൾക്കുമ്പോ ദേഷ്യം വരും. എനിക്കാണെങ്കിൽ ഭയങ്കര സന്തോഷം. അപ്പോ സന്തോഷിക്കണ്ട. ദേഷ്യം പിടിച്ചിരിക്കുമ്പേ എന്തെങ്കിലുമൊക്കെ പറയാലോ. അല്ലെങ്കിൽ ഈ ഒന്നും പറയത്തതുമില്ല. ഇപ്പൊ എൻ്റെ വായിൽ നിന്ന് എന്തെങ്കിലും കേൾക്കാം. എനിക്കിപ്പോ മിണ്ടാനൊക്കെ ഭയങ്കര പാടല്ലേ. ഇപ്പൊ പണ്ടത്തെ എനിക്കുള്ള സംസാരമൊന്നുമില്ല. എന്താ പറ്റിയെന്ന് അറിയാൻ വയ്യ. പണ്ടിങ്ങനെ വാതോരാതെ ഇങ്ങനെ ഓരോന്നൊക്കെ പറയുമായിരുന്നു. അതാണ് ഇങ്ങനെയാണ് അങ്ങനെയാണ്. ഇപ്പൊ അതൊന്നും ഇല്ല. ഇപ്പൊ എന്താ വിളിച്ച ഉടനെ എന്താ പറയുക? നിങ്ങൾക്ക് കേൾക്കാൻ ഇഷ്ടമില്ലാത്തോണ്ടല്ലേ എന്തെങ്കിലും പറയും. ഞാൻ എന്തെങ്കിലും പറഞ്ഞു തുടങ്ങും, അപ്പൊ പറയും ഞാൻ ഇപ്പൊ വരാട്ടാ. അല്ല, എന്നോട് പറഞ്ഞിട്ടില്ല. ഈ പറയാനുള്ള എല്ലാം പറഞ്ഞു. ഞാൻ റെക്കോർഡ് ചെയ്ത് വെച്ചോണ്ട് പിന്നെ ഇരുന്ന് കേൾക്കാം. അങ്ങനെ പോകുമ്പോ റെക്കോർഡ് ചെയ്തേക്കണ്ടട്ടാ. അങ്ങനെ പിന്നെ സമയമുള്ളപ്പോ പറയാമല്ലോ. എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞല്ലോ അപ്പൊ എൻ്റെ പൊന്നോ, ഒന്നുമില്ല. എല്ലാം ക്ഷമിച്ചേരാ. ഞാൻ പറഞ്ഞത് എല്ലാതും തിരിച്ചെടുത്തിക്കുന്നു. എനിക്ക് ദേഷ്യമല്ല, ഒന്നുമില്ല. എനിക്ക് സ്നേഹം മാത്രം. അങ്ങനെ വായിക്കുക. സത്യല്ലേ? പിന്നല്ലാണ്ട് സത്യല്ലേ? സംശയം ഉണ്ടാ? ഒരു സംശയവും. അത് കേട്ടാ മതി.